ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ജിലേബി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇത് ശരിക്കും ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ ഉഴുന്ന് അരച്ചത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അരക്കപ്പ് ഉഴുന്ന് നന്നായി കഴുകിയതിന് ശേഷം 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ട് ആ വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം അരയ്ക്കാൻ കുറച്ചൊന്നും ബുദ്ധിമുട്ട് വരുമ്പോൾ വീണ്ടും കുറച്ച് വെള്ളം, അതായത് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി അരയ്ക്കുക. അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുന്ന രീതിയിൽ നമ്മളൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരിക്കലും വെള്ളം കൂടിപ്പോരുത്. അതുകൊണ്ട് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ള മാവാണിത്. ഈ മാവിലേക്ക് 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊടിയാണ്. അപ്പോൾ ഞാനൊരു നുള്ള് പൊടി 1/4 ടീസ്പൂൺ വെള്ളത്തിൽ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫുഡ് കളർ വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഫുഡ് കളർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലായിരിക്കും മാവ് കിട്ടുക. പക്ഷേ ഇത് വറുത്തെടുത്ത് വരുമ്പോൾ നല്ല ഡാർക്ക് ഓറഞ്ച് കളറായി തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ലൈറ്റ് കളറായി വിചാരിച്ചിട്ട് വീണ്ടും ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മാവ് ഞാനൊരു സാധാ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം ഇതെല്ലാം ഒന്നിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇതിൻ്റെ തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഓയിൽ ഫ്രൈ ചെയ്യാൻ നിൽക്കുന്ന നേരത്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മാവ് ഒറ്റൊറ്റായിട്ട് വീണ് തുടങ്ങും. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി 1/2 കപ്പ് ഉഴുന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഷുഗർ സിറപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു വെളിച്ചെണ്ണയുടെ ഒരു കൺസിസ്റ്റൻസിയാണ്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ നൂൽ പരുവാവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി ഒന്ന് വെളിച്ചെണ്ണയൊക്കെ തൊട്ട് നോക്കുന്ന പോലെ ഉണ്ടല്ലോ, അതേപോലെ ഒന്ന് ആയാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ജിലേബി ഫ്രൈ ചെയ്ത് വരുന്ന സമയം കൊണ്ട് ഈ സിറപ്പ് കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 5-6 ഏലക്കായ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഫുഡ് കളർ, ഒരു നുള്ള് പോലും വേണ്ട, അതിൽ കുറവായിട്ട് ഫുഡ് കളർ ഒരു 1/4 ടീസ്പൂൺ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ സിറപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സിറപ്പിൻ്റെ ചൂട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ ജിലേബി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിൽ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഓയിൽ മുങ്ങുന്ന അത്രയുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് ചുറ്റിച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടില്ല. ഇപ്പോൾ ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ക്രിസ്പി ആയിട്ട് എടുക്കരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിറപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കില്ല. ഇപ്പോൾ ജിലേബി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതേ ചൂടിൽ തന്നെ നമ്മൾ ചൂടായിരിക്കണ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് സിറപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ സിറപ്പിൽ ഇട്ട് കൊടുത്ത് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം അപ്പോൾ തന്നെ എടുക്കാം. ഇതിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ സിറപ്പിൽ നന്നായി മുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സിറപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കുകയാണെങ്കിൽ ആ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ ആ ചെറുനാരങ്ങയുടെ ആ ടേസ്റ്റൊക്കെ ചെറുതായിട്ടൊരു സ്മെല്ലൊക്കെ വരും. പക്ഷേ നമ്മളിത് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് എടുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ കുറച്ച് ക്ഷമ കാണിച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ മാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20-25 ചെറിയ ജിലേബിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.